Looking at you, I get overwhelmed, there's no one else in view. I need you now. Then you look at me, give me every reason that you need me to, but I still doubt. Hate that I'm hesitating, what's wrong inside my brain? How come your love so patient, I kinda feel insane. I know that you're not faking, but I get in my own way. Oh, maybe I just need to hear you say, I don't want anyone else but you. Love when you say that you want me to. I know better than to promise forever, but I don't want anyone else but you. I just want you. മേഘ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു നിയർലി ഒരു 14 years മുമ്പായിരിക്കും. പള്ളിയിൽ ഒരു സ്വെറ്ററൊക്കെ ഇട്ട് വന്ന് പാട്ടൊക്കെ പാടുന്ന ഒരു കൊച്ച്, ഞാനും കൊച്ചായിരുന്നു, അന്നൊരു കൊച്ചായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്നോട്ട് ഒരു ചൈൽഡ്ഹുഡ് ക്രഷായിരുന്നു മേഘ ജോസഫ്. ഞാൻ 14 years ഇപ്പം റിയാലിറ്റിയിലോട്ട് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല കറക്റ്റ്. ഞാൻ കേരളത്തിനെ കാണുന്നത് ഞാൻ പള്ളി വെച്ച് തന്നെയാണ്. ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ അവധിക്കൊക്കെ വരുമ്പോൾ അന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ സിസ്റ്റർ സേറ ചേച്ചിയായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വരുമ്പോൾ ഞാൻ അച്ഛനെ കണ്ടിരുന്നു. സഹായം പറ്റും. പിന്നെ സംസാരിക്കാനായിട്ടൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൂൾ ബസ്സിലൊക്കെ വൈസ് സിറ്റിയുടെ ചീറ്റ് കോഡൊക്കെ അറിയാമെന്ന് ചോദിച്ച് അങ്ങനെ വളരെ റഫിഷായിട്ടൊക്കെ മിണ്ടാൻ പോയിട്ടുള്ളതൊക്കെ ഓർക്കുന്നുണ്ട്. വൈസ് സിറ്റിയും സാൻ ആൻഡ്രിയാസ് ആ ഗെയിമൊക്കെ കളിക്കായിരുന്നു. എന്നിട്ട് ഞാൻ ചീറ്റ് കോഡൊക്കെ ബുക്കിൽ എഴുതുമായിരുന്നു. എൻ്റെ അച്ഛനോട് ചീറ്റ് കോഡൊക്കെ ചോദിക്കും. അതെ വിയേർഡായിട്ടുള്ള ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ്. മറ്റേ പോലീസ് പിടിക്കുന്നുണ്ട് ലീവ് മീ അലോൺ. പിന്നെ ഫാനി മാഗി പിന്നെന്താ, അതൊക്കെയാണ് മെയിനായിട്ടുള്ള. അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നൊരു റിലേഷൻഷിപ്പാണെന്ന് പറയാം. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ. കെവിൻ അച്ഛൻ സീനിയർ ആയിരുന്നു സ്കൂളിൽ. പക്ഷെ ഞങ്ങൾ സ്കൂളൊന്നും സ്കൂളിലൊന്നും മിണ്ടത്തില്ലായിരുന്നു. മിണ്ടത്തില്ല. ഹൈസ്കൂൾ ഏജ് ആയപ്പോഴത്തേക്കിന് ഇച്ചിരി ജാടാകാൻ തുടങ്ങി. ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് അവർക്കെല്ലാവർക്കും നമ്മൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അത് ഇവൻച്വലി സത്യമായി മാറി. ഭയങ്കര ഒരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്രകാശം പരത്തി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം നമുക്ക് തന്നെ, ഞാൻ മോസ്റ്റ്ലി ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അങ്ങനെ ഒരാളെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും, എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരാളുടെ ഒരു കൂടെയുള്ള കാര്യങ്ങളെന്നൊക്കെ. അപ്പം ആ ഒരു എവിടെ നിന്നാലും അവിടെ ഒരു എനർജി സ്പ്രെഡ് ചെയ്യുന്നൊരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടേ. അതാണ് തോന്നി ഞങ്ങളെ കണക്ട് ചെയ്തത്. അച്ഛനൊരു ഇൻട്രോവേർട്ടും ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട്. ഞങ്ങൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. എനിക്ക് എപ്പോഴും വേണ്ടിയിരുന്നത് ഒരു എന്നെ കേൾക്കുന്ന ഒരാളായിരുന്നു. കെവിൻ ചേച്ചൻ ഭയങ്കര നല്ല ഗുഡ് ലിസണറാണ്. അന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ സച്ച് എ ഗുഡ് ലിസണർ. അതാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും ആരോടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചേച്ചൻ എപ്പോഴും ലിസൺ ചെയ്യുമായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്. August afternoon, I can picture you walking with your father at your side. In the summer heat, California speaks softly like she's making up her mind. I stand beside you, I say, baby, isn't it crazy that we are born only to die? Oh, but
3 pints, I pretended I could read your thoughts. സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാമോടെ സ്തുതി പാടിടുന്നേ ആപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളെ ദേവാത്മജ മഹാശാപ ശിക്ഷകളെ ദേവാത്മജ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നിടനന്തം വന്ദനമേ എൻ്റെ പൊന്നിടനന്തം വന്ദനമേ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന നീ പരിശുദ്ധനാകുന്നു. നീ കർത്താവേ, ഞങ്ങളുടെ മേലെ ചെയ്യണം. ചെയ്യണമേ ദൈവമേ, നിനക്ക് സ്തുതി. മാതാവേ, Does it make you dance when you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me, what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweet heart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I'm gonna love you. Yeah. And I'm gonna love you. I'm gonna love you. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ദൈവമേ, പരിശുദ്ധനാകുന്നു. ദൈവമേ, ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേലെ നമസ്കാരം ശുശ്രൂഷയുടെ ഞങ്ങളുടെ മേലെ ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ
കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ എൻഗേജ്മെൻറ്റിനെയും മൈലാഞ്ചിയെ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവാണ് അതിൻ്റെ കർത്താവ്, പരിശുദ്ധാത്മാവാണ് അതിൻ്റെ കാര്യസ്ഥലം നടത്തിപ്പോകാനും പിതാവെ അങ്ങയുടെ മഹത്വത്തിനാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ഉരിയാസിനും മേഘയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നിറച്ച് എല്ലാം സ്മാർട്ടായിട്ട് ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്നതിനായി സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റായി ചെയ്തതിനായി സ്തോത്രം. ദൈവനാമ മഹത്വത്തിനാക്കി തീർത്തതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആറൊന്നിൽ ശ്രീ എ ടി ജോസഫ്, ശ്രീമതി റംസി ജോസഫ് ദമ്പതികളുടെ പുത്രി മേഘ ജോസഫിൻ്റെയും പനാർക്കുന്നിൽ ശ്രീ സൈബു പി കുര്യാക്കോസ്, ശ്രീമതി ഐഡ സൈബു ദമ്പതികളുടെ പുത്രൻ കെവിൻ സൈബുവിൻ്റെയും ഒത്തുകല്യാണത്തിൻ്റെ റിസപ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒത്തുകല്യാണത്തിൻ്റെ റിസപ്ഷൻ പ്രോഗ്രാമുകൾ ഉടൻ തന്നെ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്.
1 കൊരിന്ത്യർ 13-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ബറക്മോർ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സ്നേഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ദൈവമേ, നിനക്ക് സ്തുതി യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. പരിശുദ്ധനാകുന്നു, മനമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമസ്കാരം ശുശ്രൂഷ കൈപ്പണിയുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭാവികളായിട്ടടിയാരോട് നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കണമേ. രാജ്യം വരണമേ. പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ മുമ്പാവോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിക്കണമേ. എന്നോട് രാജ്യശക്തിയും മഹത്വം ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആശ്രയത്തെ കുറിച്ച് പരിചയത്തിന്റെ പരിചയം പുണ്യമാക്കണമേ. അനുഗ്രഹത്തിന് പാദം ഞങ്ങളുടെ മുകളിൽ തരഞ്ഞി അടയ്ക്കരുതേ. ശ്രദ്ധിക്കപ്പെടുന്നവരുടെ ശരണവും സങ്കേതസ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവമായ കർത്താവിനോട് ഞാൻ പറയും. ഞാൻ പർവ്വതത്തിലേക്ക് എന്നെ കണ്ണുയർത്തോട് നിന്നെ സഹായിക്കുന്നതിനൊരു എന്റെ സഹായം ആകാശം കർത്താവാകുന്നു. കർത്താവിന്റെ വലുതിയോട് നിനക്ക് നേരിടും. ദോഷങ്ങളെ കാത്തോടും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോടും. അവന്റെ വൃത്തിയുടെ ആമലത്തെയും കാത്തോട് ദൈവമേ സ്വീകരിക്കുന്നു. അനുഗ്രഹത്തിന്റെ ചെറുട്ടതിൽ കീഴ് ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാ പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഇടത്തിൽ നിന്നും ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്തുതിക്കപ്പെട്ടതുമായ മുൻമത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്തുതിക്കപ്പെട്ടതുമായ മുൻമത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുദ്ധമുള്ളവനും സ്തുതിക്കപ്പെട്ടവനും തീർന്നാമതേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ശരണവുമേ. സ്തുതി പാർക്കുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകണമേ. രാജ്യം വരണമേ. സഹോദരേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രവേശിക്കരുത്. രക്ഷിക്കണമേ. രാജ്യശക്തിയും നിനക്ക് സമാധാനം. നമ്മുടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും
ഇവിടുത്തെ ഞങ്ങളുടെ അധികമായ സാഹചര്യ സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. തന്നാസരവും നമ്പിക്കപ്പെട്ടവരും മനുഷ്യൻ രക്ഷിക്കും വേണ്ടി രക്ഷപ്രകാരം സ്വർഗത്തിൽ നൽകി ശുദ്ധറൂഹാൻ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധരക്കപ്പെട്ടു രക്ഷ അനുഭവിക്കാൻ മരിച്ചടക്കപ്പെട്ട തിരുവനന്തപുരം മൂന്നാം ദിവസത്തിൽ നേരെ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് മരിച്ചു ബോധത്തോടെ തിരുവാനിരിക്കുവാനും അനുഗ്രഹീതമായ നല്ല കർത്തൃദിനത്തിന് സ്തുതിക്കായി തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്തോഷം കൂടി വരവിന്റെ മധ്യത്തിൽ അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങൾ തിരിച്ചറിയുന്നുവല്ലോ. പ്രത്യേകാലത്തിന്റെ മക്കളെ അവിടുത്തെ തിരുസന്നിധി ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കെവിനും മേഘയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ അതാ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ നിന്റെ മക്കളോട് ചേർന്നിരിക്കുമ്പോൾ സ്വർഗം ചായച്ച് അനുഗ്രഹങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ജീവിതയാത്രയിൽ ഏറ്റവും അനുഗ്രഹീതമായ ജീവിതത്തെ പടുത്തുയർത്തുവാൻ ആ ജീവിതത്തിൻ്റെ സൗന്ദര്യം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അനവരതമായ നന്മകൾ കൊണ്ട് ലഭ്യമാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആ ജീവിതത്തിൻ്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് ഞങ്ങൾ സന്തോഷിപ്പാൻ തന്നെ മഹത്വപ്പെടുത്തുവാനൊക്കെ അടിയങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേകം ഈ കുടിവരവിനായി കടന്നു വന്ന് തിരുസന്നിധിയിൽ തലവണങ്ങി നിൽക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും സാഹചര്യങ്ങൾക്ക് അതീതമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവകരുണ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇടപെടുവാൻ അവിടുന്ന് ഇടയാകണമേ. പ്രത്യേകാതിൻ്റെ മക്കളുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്നതായ വിവാഹ ശുശ്രൂഷയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിക്കപ്പെട്ട് സ്വർഗം സന്തോഷിച്ച് ഞങ്ങൾക്കൊന്നിച്ച് നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ മക്കളുടെ ഈ ലോക ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ആ ചടങ്ങുകളൊക്കെയും ഏറ്റവും അനുഗ്രഹകരമായി ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരുമൊക്കെ ഏറ്റവും അനുഗ്രഹത്തോടുകൂടി കടന്നു വന്ന് ഏറ്റവും അനുഗ്രഹകരമായ ചടങ്ങുകളൊക്കെയും പൂർത്തീകരിക്കപ്പെടുവാനും അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേകാലയും കൂടി വരവിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്ന അതേ ഉറയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുന്നു. കടന്നു വന്നാൽ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം ചേർന്നിരുന്ന് ഞങ്ങളെയൊക്കെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യേക തിരുസന്നിധിയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അവിടുത്തെ വലിയ കൂട്ടുകാരുടെയും ഞങ്ങളെല്ലാവരുടെ മേലും നിർണ്ണയിക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹജാതനായ പുത്രൻ്റെ കൃപയും ദർശിത റുഹായുടെ ആവാസവും നാം എല്ലാവരും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പൊതുവായ മേഘയുടെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്കായി ഈ സ്റ്റേജിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മേഘയുടെ പിതാവ് ആറോന്നിൽ ശ്രീ A.T. ജോസഫ് അഥവാ ജെയിംസ്, മാതാവ് ശ്രീമതി റംസി ജോസഫ് കലീക്കൽ. ഇവരെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മേഘയുടെ സഹോദരനായ ഫ്രെഡി ജോസഫ്, ഫ്രെഡിയുടെ വൈഫ് നീനു സാബു മണക്കാട്ട്, പുത്രനായ എസ്ര ജോസഫ്, ഇവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വരനായ കെവിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്കായി ഈ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കെവിൻ്റെ പിതാവ് പന്നാർക്കുന്നിൽ പരേതനായ ശ്രീ സൈബു പി കുര്യാക്കോസ്, മാതാവ് ശ്രീമതി ഐഡ സൈബു കൊയ്തുറ. കെവിൻ്റെ സഹോദരിയായ സേറ സൈബു, ഹസ്ബൻഡായ ജെറിൻ ജേക്കബ്, അവരുടെ മകൻ ഇസക്കിയൽ. ഇവരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
മേഘ ചേച്ചിയുടെ ഫസ്റ്റ് കസിനാണ്. ഞാൻ ആദ്യം തന്നെ മേഘ ചേച്ചിയെ കുറിച്ചൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കർത്തവ്യമായ ഫാമിലി ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. So Megha Chichi, she completed her Masters in Data Analytics from the University of Massachusetts and is now working in the United States. ഇനി ഞാൻ അപ്പാപ്പിയുടെ സൈഡ് ഓഫ് ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. റാന്നി മന്നമരുതി സെൻറ് തോമസ് കുരിശുപള്ളി ഇടവകയിൽ ആറന്തിൽ പരേതനായ ഉതുപ്പാൻ തോമസിൻ്റെയും ഭാര്യ സാറാമ്മ തോമസിൻ്റെയും മകനാണ് AT ജോസഫ്, ഞങ്ങളുടെ ജെയിംസ് പാപ്പി. അമ്മച്ചി ഇവിടെ വന്നിട്ടില്ല. അമ്മച്ചി മേലെപ്പുരയ്ക്കൽ ഫാമിലി മെമ്പറാണ്. ഇനി ഞാൻ പേര് വിളിക്കുന്ന അനുസരിച്ച് നിങ്ങളൊന്ന് കൈ പോക്കണം, സോ ദാറ്റ് എല്ലാവർക്കും ഒന്ന് കാണാനായിട്ട്. ഓക്കെ, ഇനി അപ്പാപ്പിയുടെ സിബ്ലിങ്സിനെ കുറിച്ച് പറയാം. അപ്പാപ്പിയൊക്കെ 5 പേരാണ്. അപ്പാപ്പിയുടെ ഏറ്റവും മൂത്ത സിസ്റ്റർ പരേതയായ ആനി തോമസ്, ആൻറ്റിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ ജോസഫ് മാത്യു. അവർ മഴിക്കീർ വലിയ വെളിയത്ത് ഫാമിലിയാണ്. ഇവർക്ക് 2 മക്കൾ. മൂത്ത അച്ഛൻ നിതിൻ, അച്ഛൻ്റെ വൈഫ് ജെസ്സി, 2 മക്കൾ കാൽവിൻ ആൻഡ് ദിയ. ഇനി ഇളയ മകൾ നീതു ചേച്ചി വന്നിട്ടുണ്ട്. അവിടെ നീതു ചേച്ചിയുടെ ഹസ്ബൻഡ് ലിജോ. അവർക്ക് 2 മക്കൾ അലീന ആൻഡ് അലൻ. ഇനി രണ്ടാമത്തെ ആളാണ് ജെയിംസ് പാപ്പി. ജെയിംസ് പാപ്പിയുടെ നേരെ ഇളയ ബ്രദർ മിസ്റ്റർ ഷാജി തോമസ്, അങ്കിളുടെ വൈഫ് മിസസ് പ്രിയ ഷാജി, ആൻറ്റി റാന്നി കണ്ണങ്കര ഫാമിലിയാണ്. ഇവർക്ക് 2 മക്കൾ സച്ചിൻ ആൻഡ് കെവിൻ. ഇനി ജെയിംസ് പാപ്പിയുടെ ഇളയ ബ്രദർ മിസ്റ്റർ റെജി തോമസ്, അങ്കിളുടെ വൈഫ് ലിൻസ റെജി, ആൻറ്റി റാന്നി കല്ലു പറമ്പിൽ ഫാമിലിയാണ്. ഇവർ വന്നിട്ടുണ്ട്. അവിടെയാണ് ഇവരുടെ മകൾ സേറ റെജി. പിന്നെ ജെയിംസ് പാപ്പിയുടെ ഏറ്റവും ഇളയ സിസ്റ്റർ മിനി ആൻറ്റിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ ബിജു ഫ്രം പാലം പള്ളത്ത് ഫാമിലി കല്ലിശ്ശേരി. അവർക്ക് 2 മക്കൾ. മൂത്ത മകൾ സെൽഗ ചേച്ചിയുടെ ഹസ്ബൻഡ് റിബിൻ. അവർക്ക് 1 മകൾ റൂഹ ആൻഡ് ഇളയ മകൾ അൽക്ക. ഇവരിവിടെ ഉണ്ട്. ഇതാണ് അപ്പാപ്പിയുടെ സൈഡ് ഓഫ് ഫാമിലി. ഇനി ഞാൻ ചിറ്റയുടെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തിരുവൻവണ്ടൂർ സെൻറ് മേരീസ് ക്നാനായ പള്ളി ഇടവകയിൽ കളീക്കൽ പരേതനായ കെ ഇബ്രഹാമിൻ്റെയും ഭാര്യ അച്ചാമ്മ ഇബ്രഹാമിൻ്റെയും മകളാണ് റംസി ജോസഫ്, ഞങ്ങളുടെ റംസി ചിറ്റ. അമ്മച്ചി കൈപ്പുഴ ഫാമിലിയാണ്. അമ്മച്ചി വന്നിട്ടില്ല. അമ്മച്ചി റാന്നി കൈപ്പുഴ ഫാമിലി മെമ്പറാണ്. ഇനി ഇവർ 5 മക്കളാണ്. മൂത്ത മകൻ ഞങ്ങളുടെ അമ്മാച്ചൻ മിസ്റ്റർ തോമസ് എബ്രഹാം, റെജി എന്നറിയപ്പെടുന്നു. ഞങ്ങളുടെ അമ്മായി ജിജി തോമസ്, ഓതറ കുരിയച്ചിറ്റയിൽ ഫാമിലിയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചൻ്റെ അമ്മായി. ഇവർക്ക് 3 മക്കൾ അങ്കിത, ആയിസ്റ്റ ആൻഡ് ആഷി. ഇവർ 3 പേരും വന്നിട്ടില്ല. ഇവരെല്ലാവരും അബ്രോഡാണ്. ഇനി രണ്ടാമത്തെ ചിറ്റയുടെ നേരെ മൂത്ത സിസ്റ്ററാണ് എൻ്റെ അമ്മ റെനു സാജ്, എൻ്റെ അപ്പ ജേക്കബ് സാജ്. ഞങ്ങൾ കോട്ടയം കപ്പേര് പറമ്പിൽ ഫാമിലിയാണ്. ഞങ്ങൾ 3 പേരാണ്. എൻ്റെ മൂത്ത ബ്രദർ ദീപു, അച്ഛൻ്റെ വൈഫ് അന്നു, അവർക്കൊരു മകനുണ്ട് തിയോ. പിന്നെ രണ്ടാമത്തെ എൻ്റെ ബ്രദർ ടോണി, അവൻ്റെ വൈഫ് അഖില. പിന്നെ ഞങ്ങൾ 3 പേരും US-ലാണ്. അവർ 2 പേരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ ആണ് റംസി ചിറ്റ. റംസി ചിറ്റയുടെ നേരെ ഇളയ സിസ്റ്റർ റജീന രഞ്ജിത്ത്, ഞങ്ങളുടെ കൊച്ചുമോൾ ചിറ്റ. ചിറ്റയുടെ ഞങ്ങളുടെ അപ്പാപ്പി രഞ്ജിത്ത് ബാബു, രജിത പാപ്പി. അവര് റാന്നി കക്കുടിയിൽ ഫാമിലിയാണ്. ഇവർ ശാന്തമ്പാറയിൽ സെറ്റിൽഡാണ്. ഇവർക്ക് 2 മക്കൾ ബോണി ചാച്ചിൻ്റെ വുഡ് ബി സാറ. ഓക്കെ, വരുന്നതേ ഉള്ളൂ. അവരുടെ കല്യാണം ഉടനെ ഉണ്ട്. പിന്നെ ഇളയ മകൾ മിലിൻ, ഞങ്ങളുടെ മങ്കമ്മ. പിന്നെ ഏറ്റവും ഇളയ സിസ്റ്റർ റീന ടോം, ഞങ്ങളുടെ റീന ചിറ്റ. പിന്നെ ഹസ്ബൻഡ് മിസ്റ്റർ ടോം പി ജോസഫ്, കല്ലിശ്ശേരി പട്ടരുമണക്കൽ ഫാമിലിയാണ്. ഇവർക്ക് 2 മക്കൾ ഗ്രീഷ്മ ആൻഡ് അഭിഷേക്. ഇതാണ് അപ്പാപ്പിയുടെയും ചിറ്റയുടെയും സൈഡ് ഫാമിലി.
ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് ടു യു മേഘ ചേച്ചി. I don't think I've told you enough, but I'm super proud of you. So happy for you. ഞാൻ നിർത്തുന്നതിന് മുന്നേ ഇങ്ങനെ നിങ്ങളെല്ലാവരും ആയിട്ട് ഒരു ഗെറ്റ് ടുഗെദറും ഇവരുടെ ഒരു യൂണിയൻ സെലിബ്രേറ്റ് ചെയ്യാനും അവസരമൊരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. അടുത്തതായി പറഞ്ഞ കെവിൻ്റെ ഡീറ്റെയിൽ ഫാമിലിയെ സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സഹോദരിയായ സേറ സൈബുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ആ. എൻ്റെ പേര് സേറ. ഞാൻ കെവിൻ്റെ ഒരേ ഒരു പെങ്ങളാണ്. ഇന്ന് ഞങ്ങളുടെ ഫാമിലി ഏറെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇന്നും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ഈ കല്യാണം കൂടാൻ ആഗ്രഹിച്ചത് ഞങ്ങളുടെ അപ്പയാണ്. ഈ കല്യാണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാ കാര്യം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് അപ്പ പോയി. പക്ഷേ എന്നാലും അപ്പയുടെ നിറഞ്ഞ സാന്നിധ്യവും അനുഗ്രഹവും ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ഈ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. റാന്നി പനാർക്കുന്നേൽ ലേറ്റ് മിസ്റ്റർ ചെറിയാൻ കുര്യാക്കോസിൻ്റെയും കുഞ്ഞമ്മ കുര്യാക്കോസിൻ്റെയും മകൻ സൈബു കുര്യാക്കോസിൻ്റെയും കുറിച്ചി പോയിത്ര ലേറ്റ് മിസ്റ്റർ പിഐസ് കറിയയുടെയും ആലിസ് കറിയയുടെയും മകൾ ഐഡ സൈബുവിൻ്റെയും മകനാണ് കുറിയാസ് എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന കെവിൻ സൈബു. കെവിൻ ഇപ്പോൾ കണക്റ്റിക്കറ്റിൽ ഹാർട്ട്ഫുഡിൽ ഡേറ്റ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇനി ഈ ഇൻട്രൊഡക്ഷൻ ഇന്ന് പറയാനായിട്ട് ആക്ച്വലി വേറെ ആളെ എന്നെ ഏൽപ്പിച്ചിരുന്നത്, പക്ഷേ കുറിയാസിന് ഭയങ്കര നിർബന്ധം അത് ഞാൻ തന്നെ പറയണം. അപ്പോൾ പിന്നെ കുറയ്ക്കണ്ട, ഞാൻ ഇതുപോലൊരു അവസരം പിന്നെ കിട്ടത്തുമില്ല, അപ്പോൾ പിന്നെ പറയാമെന്നും വിചാരിച്ചു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് എന്നോട് പ്രത്യേകം പറഞ്ഞു അവനെ പറ്റി ഇച്ചിരി കൂട്ടി പറയണം. അതായത് എന്നാണ് മെഷീൻ ലേണിങ്ങിൽ പ്രഗത്ഭനും ഡേറ്റ സയൻസിൻ്റെ എന്ത് തൂവൽ പൊൻതൂവൽ. ഓക്കെ ഓട്ടെ, ഒത്തിരി ചമ്മിക്കണ്ടല്ലോ ചെറുക്കനെ. അപ്പം ഇനി ഞാൻ ഫാമിലിയെ പരിചയപ്പെടുത്താം. അപ്പയ്ക്ക് അതിനു മുന്നേ പ്രയാസിന് ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇപ്പോൾ ആകെ ഒരു ഗ്രാൻഡ് പേരൻ്റേ ഉള്ളൂ. അതാണ് ആലിസ് കറിയ. ഞങ്ങൾ ആലുമ്മ എന്ന് വിളിക്കും. ആലുമ്മ ഒന്ന് എണ്ണീറ്റേക്കാ, ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കിയാൽ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഓക്കെ, ഇരുന്നു. ഇനി അപ്പയ്ക്ക് 3 സിസ്റ്റേഴ്സാണുള്ളത്. ഏറ്റവും മൂത്ത സിസ്റ്റർ രാജമ്മ മാത്യു, ചേച്ചി എന്ന് അപ്പോൾ വിളിക്കുന്ന രാജമ്മ മാത്യു. ആൻഡ് ഷീസ് മാരീഡ് ടു നൈനൻ മാത്യു, ചേച്ചപ്പച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കും. ഒന്ന് എണ്ണീറ്റിക്കോ ചേച്ചമ്മയും ചേച്ചപ്പച്ചനും. ഒന്ന് തിരിഞ്ഞു നിൽക്കണം, ഇവിടെ ചെറുക്കനും പെണ്ണും ഓൾറെഡി അറിയാം. തിരിഞ്ഞു നിന്നാൽ എല്ലാവർക്കും ഫേസൊക്കെ ഒന്ന് കാണണ്ടേ. അവർ ന്യൂയോർക്കിൽ സെറ്റിൽഡാണ്. രണ്ടാമത്തെ ചേച്ചി മോളി എബ്രഹാം, ഷീസ് മാരീഡ് ടു എം എ എബ്രഹാം, കൊച്ചുമാലത്തുശ്ശേരിൽ. ഒന്ന് എണ്ണീറ്റ് വന്നേ, മോളിയമ്മ ഇത്ര ഒരുങ്ങിയൊക്കെ വന്നതല്ലേ, ഒന്ന് കാണട്ടെ. തിരിഞ്ഞേക്കേ. മോളിയമ്മയെ പലർക്കും അറിയാമായിരിക്കും, റാന്നിക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പയുടെ കൂടെ ഏറ്റവും കൂടുതൽ ബുള്ളറ്റിൽ പുറകിൽ നിന്ന് യാത്ര ചെയ്ത ആ സുന്ദരി, പൊട്ടക്കൊക്കെ തൊട്ട് നല്ല സാരിയൊക്കെ എടുത്ത് മാച്ചിങ് മാലയും കമ്പലും ഒക്കെ ഇട്ടെടുത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത സഹോദരിയാണ് മോളി. അവർക്ക് ഇരുന്നു. അവർ ഫ്ലോറിഡയിൽ ടാമ്പയിൽ സെറ്റിൽഡാണ്. അവർക്ക് 3 മക്കളാണുള്ളത്. ഏറ്റവും മൂത്തത് മെബി ചേച്ചി വന്നിട്ടുണ്ട്. ഓൾറെഡി എണ്ണീറ്റ് നിൽക്കും, എല്ലാവർക്കും കാണാൻ. മെച്ചയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് അച്ചാച്ചൻ. അവർക്ക് 3 പിള്ളേരാണ്. അവരാരും വന്നിട്ടില്ല. ലെക്സിയ, മിലിയൻ, ആന്യ, അവരെല്ലാവരും ടാമ്പ ഫ്ലോറിഡയിൽ തന്നെ സെറ്റിൽഡാണ്. പിന്നെ രണ്ടാമത്തെ മകൻ റോബി അച്ചാച്ചൻ, റോബി അച്ചാച്ചൻ്റെ വൈഫ് നിന്നു. അവർക്ക് 3 പിള്ളേരാണ്.
കിങ്ങിണി എന്ന് ഞങ്ങൾ വിളിക്കുന്ന റേച്ചൽ, നയൻ ആൻഡ് എലിസബത്ത്. എല്ലാ സിസ്റ്റേഴ്സും ആയോ? വിട്ടുപോയോ? സെറിനെ വിട്ടു. മോളിമേത് എപ്പോഴും വിട്ടുപോകുന്നു, അതുകൊണ്ട് ഞാൻ വിട്ട സാരമില്ല അല്ലേ. മോളിമയുടെ ഏറ്റവും ഇളയ മോള് സെറിൻ എബ്രഹാം. ഷീസ് മാരീഡ് ടു ആൻഡ്രൂ ജോസഫ്. അവർക്ക് ഒരു ന്യൂ ബോൺ ബേബി ഉണ്ട്, ജിയാന. ആൻഡ് ദേ ആർ സെറ്റിൽഡ് ഇൻ ഡാലസ്, ടെക്സസ്. കമ്മിങ് ടു അമ്മ സൈഡ്, അമ്മയ്ക്ക് അയ്യോ കുഞ്ഞാൻ്റെ വിട്ടുപോയി, ഞങ്ങളുടെ സ്പോൺസർ. കുഞ്ഞാൻ്റെ ഇല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല. ആ ഗ്രീൻ കാർഡ് വരെ ഇൻവാലിഡ് ആവും. കുഞ്ഞാൻ്റെ അപ്പയുടെ നേരെ മൂത്ത സഹോദരി കുഞ്ഞാൻ്റിയാണ്. കുഞ്ഞാൻ്റി ഇസ് മാരീഡ് ടു ജെയ്സൺ അങ്കിൾ. ജെയ്സപ്പ കുന്തിരിക്കൽ മലയിൽ. എണീറ്റ് നിന്നോ, തിരിഞ്ഞു നിന്നോ, മുടിക്കെട്ടൊക്കെ കണ്ടു. ഇനി ഫ്രണ്ട് കാണട്ടെ. അവർ ന്യൂയോർക്കിൽ സെറ്റിൽഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട സ്പോൺസറാണ്. ആൻഡ് അവർക്ക് 2 പിള്ളേരാണ്. മൂത്തയാൾ ബെർലി ജെയ്സൺ. ബെർലി ചേച്ചി ഈസ് മാരീഡ് ടു വിമൽ അച്ചാച്ചൻ. ദേ ഹാവ് 2 kids, ജോന ആൻഡ് മാത്യു, ആൻഡ് ദേ ആർ സെറ്റിൽഡ് ഇൻ കാലിഫോർണിയ. ആൻഡ് ഇളയ മകൾ കൊച്ചേച്ചി വന്നിട്ടുണ്ട്, സ്റ്റെഫ്നി കുന്തിരിക്കൽ. ഷീ ഈസ് എ ബ്രില്യൻറ്റ് cardiologist, graduated from Yale University, and she's working in a hospital in New York. ഇനി അമ്മയുടെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് 3 സഹോദരിമാരും 1 സഹോദരനാണ്. ഏറ്റവും മൂത്ത സഹോദരി ഓമന എബ്രഹാം. ഷീസ് മാരീഡ് ടു എബ്രഹാം ആലുങ്കൽ ഫാമിലി. എണീറ്റിരിക്കാം. ശീലപ്പ പുറയിലിരിപ്പുണ്ട്, ഇരുന്നോ. അവർ കോട്ടയത്താണ്. അവർക്ക് 2 മക്കളാണ്. മൂത്തത് ഷാഗി ജേക്കബ്. ഷീസ് മാരീഡ് ടു ജേക്കബ്, മുണ്ടുവട്ടക്കൽ ഫാമിലി. ദേ ആർ സെറ്റിൽഡ് ഇൻ ഡാലസ്, ടെക്സസ്. അവർക്കും 3 പിള്ളേരാണ്, 3 ആൺമക്കൾ. രണ്ടാമതായിട്ട് രജനി മാത്യു. ഷീ ഈസ് മാരീഡ് ടു കുന്തിരിക്കൽ. ഇതും ഷിഗില ചാച്ചൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. മമ്മയുടെ 2ാമത്തെ മകനാണ് ഷിഗില ചാച്ചൻ. ഹീസ് മാരീഡ് ടു ഡോണ ചേച്ചി. ഒന്ന് എണ്ണീറ്റേക്കാം. ദേ ആർ ഓൾസോ സെറ്റിൽഡ് ഇൻ കോട്ടയം. അച്ഛൻ ഈസ് വർക്കിംഗ് ഇൻ മൂവാറ്റുപുഴ. റൈറ്റ്. ഇനി 3ാമത്തെ സിസ്റ്റർ രജനി മാത്യു. അക്ക എന്ന് ഞങ്ങൾ വിളിക്കും. അക്ക ഈസ് മാരീഡ് ടു ബാബു കുന്തിരിക്കൽ. ബാബുക്ക് എന്ത്? അവിടെ അവർ തിരുവല്ല കുറ്റൂരാണ്. അവർക്ക് 2 പെൺമക്കളാണ്. മൂത്തയാൾ ബാബു മാത്യു. ഷീസ് മാരീഡ് ടു ദീപു, ആൻഡ് ദേ ഹാവ് എ കിഡ് ടുഗെദർ, കീത്ത്. ദേ സെറ്റിൽഡ് ഇൻ കാനഡ. ആൻഡ് പ്രിമ മാത്യു, ഷീസ് മാരീഡ് ടു സാം. അവരാരും ഇവിടെ ഇല്ല. ദേ ആർ സെറ്റിൽഡ് ഇൻ അയർലൻഡ്. 3ാമത്തെ സഹോദരി ഷൈനി സക്കറിയ. ഷീ ഈസ് മാരീഡ് ടു ലാലു ഇടവഴിക്കൽ. ലാലു പാപ്പി പുറയിലുണ്ട്. അവരും കോട്ടയത്ത് തന്നെ സെറ്റിൽഡ് ആണ്. അവർക്ക് 2 മക്കൾ, റോവൻ ആൻഡ് ആർച്ച ചേച്ചി വന്നിട്ടുണ്ട്. ദേ സെറ്റിൽഡ് ഇൻ ഖത്തർ. ആൻഡ് രണ്ടാമത് ശില്പ ചേച്ചി ഈസ് മാരീഡ് ടു അഖിൽ അച്ചാച്ചൻ. ദേ ഹാവ് എ ക്യൂട്ട് ഡോട്ടർ ടുഗെദർ, ഹീസൽ, ആൻഡ് ദേ സെറ്റിൽഡ് ഇൻ ചെന്നൈ. പിന്നെ ഇനിയുള്ളത് ഖുറിയാസിൻ്റെ ഒരേ ഒരു അമ്മാച്ചനാണ്. ഞങ്ങൾ എന്തിനും ഏതിനും എല്ലാ ആവശ്യത്തിനും ഒരാവശ്യമില്ലെങ്കിലും വിളിക്കുന്ന ഒരേ ഒരു അമ്മാച്ചനാണ് എബി സക്കറിയ. എബി അച്ഛൻ ഈസ് മാരീഡ് ടു ജോബിനി അമ്മായി. അമ്മായി എന്ത് ഒരേ ഒരു അമ്മായി. എണീറ്റിരുന്നേ. ആ മന്ത്രകോടിയൊക്കെ ഒന്ന് കാണട്ടെ എല്ലാവരും. അവർക്ക് 2 പേർക്കും കൂടെ 2 മക്കളാണ്. മൂത്തയാൾ ടെഡി സക്കറിയ. ടെഡിയുടെ വൈഫ് ജീവ. എണീറ്റിരിക്കും. അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഇളയ മകൾ താര കോട്ടയത്ത് തന്നെയുണ്ട്. പിന്നെ അതോടുകൂടി എൻ്റെ ഫാമിലി ഇൻട്രൊഡക്ഷൻ തീർന്നു. ഇനി മേഘയെ പറ്റിയും പ്രയാസിനെ പറ്റിയും 2 വാക്ക് പറയാതെ വിട്ടുപോയി. ഓൾറെഡി പരിചയപ്പെട്ടു. എന്നാലും എൻ്റെ ജീവൻ്റെ ജീവനും പ്രാണൻ്റെ പ്രാണനും എല്ലാം എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളുടെ പാതി എസീക്കിയൽ ജേക്കബ്. സീക്കി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് എസീക്കിയൽ ജേക്കബ്. അപ്പം ഇനി
മേഘയെ പറ്റി എൻ്റെ ഫസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്, ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ, മേഘ സെൻറ്റ് മേരീസിൽ എപ്പോഴാണ് ജോയിൻ ചെയ്തത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഒരു വൈറ്റ് ആൻഡ് റെഡ് ഫ്രോക്ക് ഇട്ട്, ഒരു ഹോൾട്ടർനെക്ക് ഉള്ളൊരു ബ്യൂട്ടിഫുൾ ഫ്രോക്ക് ഇട്ട്, ഒരു ബാർബി ഡോളിനെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി, മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് കട്ട് ചെയ്ത്, അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. അങ്ങനെ അവളെ സ്കൂൾ ബസ്സിൽ കയറി വരുന്നതാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബേബി, ആൻഡ് ഷീ ഈസ് സ്റ്റിൽ പ്രിറ്റി. ആൻഡ് ഐ കനോട്ട് സേ ഹൗ മച്ച് ലക്കി വി ആർ ടുഡേ ടു ഹാവ് യു ഇൻ അവർ ഫാമിലി. ആൻഡ് പ്രത്യേകിച്ച് മേഘയെ ചെറുപ്പത്തിൽ തൊട്ടേ ഞങ്ങൾക്കറിയാം. സ്കൂളിൽ പഠിച്ചതും പള്ളിയിൽ പോയതെല്ലാം ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് മന്ദഗിരി പള്ളിയിൽ കൊയർ വർഷങ്ങളോളം 10 to 15 years ഞങ്ങൾ ഒന്നിച്ച് കൊയറിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ അടുത്ത് മേഘയെ അറിയാം, അപ്പയ്ക്കും അറിയാം. ഈവൻ മേഘ അമേരിക്ക വന്നപ്പോഴാണേലും അപ്പയായിട്ട് ഒത്തിരി അടുത്ത് ഇടപെടാനും, ഞങ്ങളന്ന് ബോസ്റ്റണിലായിരുന്നു. ഷീ കെയിം ടു മാസച്യൂസെറ്റ്സ്, സോ വി വെർ കൈൻഡ് ഓഫ് ക്ലോസ്. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് എൻജോയ് ചെയ്യാനും അല്ലേ ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ബ്രൈഡിനും അങ്ങനെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന്. കൊച്ചിലെ തൊട്ട് അറിയാവുന്നതും വീണ്ടും പഠിക്കാനായിട്ട് വരുമ്പം കൂടെ അടുത്തുള്ളതും അതൊക്കെ വളരെ റെയറായിട്ടൊരു ബ്രൈഡിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഷീ ഈസ് ലക്കി ഫോർ ദാറ്റ്, ആൻഡ് വി ആർ ലക്കി ഫോർ ദാറ്റ്. അപ്പ വാസ് ലക്കി ഇനഫ് ടു ഹാവ് ഹർ ഇൻ എ ഫാമിലി ടു. ആൻഡ് അതുപോലെ തന്നെ കല്യാണാലോചന വന്നപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടതേ ഇല്ല. ഷീസ് ആ ചൈൽഡ്. സോ വി ആർ വെരി ലക്കി മേഘ. ആൻഡ് ഖുറേസിനെ പറ്റി പറയാനാണെങ്കിൽ പറഞ്ഞ് തീരത്തില്ല. ഹീ ഈസ് ദി ആൻസർ ടു മൈ ഫസ്റ്റ് പ്രയർ. ഞാൻ ഒരു 2-2.5 വയസ്സുള്ളപ്പോൾ അമ്മച്ചി ഇങ്ങനെ തലേ തുണിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ. അന്ന് എനിക്ക് എൻ്റെ കസിനുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി ടെഡി എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പം ഞാൻ ടെഡിയെ കാണുമ്പോൾ എനിക്ക് ടെഡിയെപ്പോലൊരു വാവയെ വേണം, ലൈക്ക് എനിക്കൊരു ബ്രദറിനെ വേണം. ഞാൻ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന പോലെ അമ്മച്ചിയുടെ ബ്ലാങ്കറ്റൊക്കെ തലക്കുളം തുറങ്ങിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ബേബി ബ്രദറിനെ വേണമെന്നുള്ളത്. ടെഡിയെപ്പോലുള്ള ബേബിയെ വേണം, അതായിരുന്നു എൻ്റെ പ്രയർ റിക്വസ്റ്റ്. അത് സാധ്യമായി. ഇന്ന് നിങ്ങളീ കാണുന്ന പ്രയാസം അവന് അത്രയും ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയത് വെച്ചാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു ഇവനോട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവനുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും. അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ ഇങ്ങനെ മുന്നിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവനെന്ന് പ്രയാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ 2 ഫാമിലിയിൽ, അമ്മയുടെ സൈഡിൽ നിന്നാണേലും അപ്പയുടെ സൈഡിൽ നിന്നാണേലും ഏറ്റവും യങ്ങസ്റ്റ് ഗ്രാൻഡ് സൺ ആണ് അവൻ. അപ്പം അത് ഇതുപോലെ ഈ പറയുന്ന പോലെ റെയറായിട്ട് ചിലർക്ക് കിട്ടുന്നതാണല്ലോ. ഏറ്റവും കൂടുതൽ കൊഞ്ചിപ്പിക്കാനും ലാളനെയൊക്കെ കിട്ടിയ ആളാണ് കുറിയാസ്. ആൻഡ് ഹി സ്റ്റിൽ എ ബേബി ടു മോസ്റ്റ് ഓഫ് us, or I should say all of us. അല്ലേ, അവന് ഇത്രയും പടർന്ന് പന്തലിച്ച് ഒരു കല്യാണ ചെറുക്കനായി ഇന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ നേക്കഡ് ട്രൂത്ത് ആൻഡ് ഫാക്ട്, റൈറ്റ്? ആൻഡ് ഗ്രോയിങ് അപ്പ് ഹി വാസ് ഓൾവേസ് എ ക്യൂരിയസ് കിഡ്. ഈ ഹോമിയോടെ ഒക്കെ കുഞ്ഞു ബോട്ടിലുണ്ടല്ലോ, അതിനകത്ത് ഈ പച്ചയിലയൊക്കെ ഇടിച്ച് ചതച്ച് ഇട്ട് കുറച്ച് മണ്ണിട്ട് വെള്ളം ഒഴിച്ച് ഈ കുപ്പി അടച്ച് വെച്ചിട്ട് മണ്ണിനടിയിൽ ഈ വീടിന് ചുറ്റും കുഴിച്ചിടും. എന്നിട്ട് ഇതൊരു 1 മാസം 2 മാസം 3 മാസം കഴിയുമ്പോൾ തുറന്നു നോക്കും. ഐ ഡോണ്ട് നോ എന്താണ് അവൻ ക്യൂരിയസ് ഇറ്റ് സീൻസ്. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അവൻ. അതുപോലെ ടോയ്സ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കാറ് എന്ത് കിട്ടിയാലും അവനത് പൊളിച്ച് എടുത്ത് നോക്കി അതിൻ്റെ എങ്ങനെയാണ് വർക്കിങ് എല്ലാം ഡീഅസംബിൾ ചെയ്തെല്ലാം പുറത്തെടുത്ത് നോക്കും. തിരിച്ചസംബിൾ ചെയ്യാൻ നോക്കും, പക്ഷേ നെവർ ഹാപ്പൻസ്. അതുപോലെ തന്നെ അവന് വേറൊരു മെമ്മറി പറയുകയാണെങ്കിൽ ഒരു ദിവസം എൻ്റെ കൈ ഇങ്ങനെ ഫ്രാക്ചറായി കുഞ്ഞിൽ. ഇവനെ ഫ്രാക്ചറായി കയ്യിൽ ഈ പ്ലാസ്റ്ററൊക്കെ കെട്ടി വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേ രാവിലെ നോക്കുമ്പോൾ അവനൊരു കുഞ്ഞ് സൈക്കിളുണ്ട്, ഈ ബൈസൈക്കിൾ. ആ പ്ലാസ്റ്ററെല്ലാം വലിച്ചൂരി സൈക്കിളിൻ്റെ വീല് ചുറ്റിക്കെട്ടി പിന്നെ ആ പ്ലാസ്റ്റർ വലിച്ച് ഈ സൈക്കിൾ കൊണ്ട് നടക്കും അവൻ. അപ്പോൾ അങ്ങനെ കുറേ വിയേർഡ് ബിഹേവിയർ അവനുണ്ടായിരുന്നു. വൺ തിങ് എൽസ് പറയാനുള്ളത്, അവന് ഞാനും പ്രയാസം അപ്പം ഈ കടയിൽ നിന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്കിനും വണ്ടിക്കടലുണ്ട്. അപ്പം പണ്ടെപ്പോഴോ തലേന്ന് എനിക്കൊന്ന് എപ്പോഴോ കൊണ്ടുവന്ന് വണ്ടിക്കടല ഇങ്ങനെ അമ്മ ചൂടാക്കി ഒരു പ്ലേറ്റിലിട്ട് എനിക്കും പ്രയാസിന് കഴിക്കാനായിട്ട് വന്ന് ഞങ്ങളെ ഇരുത്തി ഞാൻ അവന് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവനൊരു കടല ഇവൻ്റെ മൂക്കിലിട്ടു. ഞാനത് കണ്ടു. ഞാൻ അമ്മച്ചിയോടും പറഞ്ഞു, അമ്മ ഇവനിത് മൂക്കിലിട്ടു.
ഇവരാരും വിശ്വസിക്കുന്നില്ല. അവർ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഈസ് ബ്രീത്തിങ് ഫൈൻ, ഈസ് നോട്ട് ഇൻ എനി ഡിസ്ട്രസ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, അവർ ഇഗ്നോർ ചെയ്യുക. ഞാൻ ഇങ്ങനെ നിലത്ത് കിടന്ന് ഭയങ്കര കരച്ചു, അവനിപ്പോൾ മരിച്ചോ, അതിൻ്റെ മൂക്ക് കടൽ കയറി. അങ്ങനെ അമ്മ എൻ്റെ ശല്യം സഹിക്കാതെ അമ്മ അപ്പയെ വിളിച്ചു. അപ്പ ബാർബർ ഷോപ്പിൽ ഇരിക്കുക, മുടി വെട്ടിക്കൊണ്ട്. ഒരു സൈഡ് വെട്ടി തുടങ്ങിയതേ ഉള്ളൂ. ആ വെട്ടി മുടിയും കൊണ്ട് അപ്പ ബുള്ളറ്റെ പാഞ്ഞ് ഇങ്ങെത്തി. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയപ്പോഴും ടോർച്ചടിച്ചൊക്കെ നോക്കി, ഒന്നുമില്ല, ഒന്നും കാണാനില്ല. അങ്ങനെ ഡോക്ടർ ചോദിച്ചു, പിന്നെ ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളതാണോ മൂക്കി കയറ്റുന്നതൊക്കെ? അപ്പം അമ്മ പറഞ്ഞാൽ ഉണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവനെ OR കയറ്റി നോക്കിയപ്പോഴും ഒരു ഫുൾ കപ്പലണ്ടി അതുപോലെ ഒരു മൂക്കിനകത്തുനിന്ന് കിട്ടി. പിന്നെ ഇവരിങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതാണല്ലോ എന്ന് ഓർത്തും അവർ മറ്റേ മൂക്കിലൂടെ നോക്കിയപ്പോൾ 2 പച്ച കുരുമുളക്, അത് കൂടാതെ ഒരു കറിവേപ്പില, അത് 4 or 5 മടക്കി തിരികെ കയറ്റി. ഈ ആനയുടെ തുമ്പിക്കൈ പോലെ സ്റ്റോറേജ് യൂണിറ്റ് ആണെന്നല്ല വിചാരിച്ചായിരിക്കും അവൻ തിരികെ കയറ്റിയത്. ഒത്തിരി ബോറാക്കുന്നില്ല അവനെ. പക്ഷേ നിങ്ങൾക്ക് 2 പേർക്കുള്ള എനിക്ക് 2 അഡ്വൈസ് എൻ്റെ ഈ ലൈഫ് സ്പാനിൽ നിന്നും എനിക്ക് കിട്ടിയ 2 അഡ്വൈസ് ഷെയർ ചെയ്യാനുണ്ട്. One thing is, life is not easy. It's not an easy life. I know how much you like to off-road with your Jeep. And see life as an off-roading ride. ഇത്രയും നാൾ നീ ഒറ്റയ്ക്ക് നിൻ്റെ ജീപ്പിൽ ഓഫ്-റോഡ് ചെയ്തു. ഇനിയും നിൻ്റെ കൂടെ മേഘയുണ്ട്. അത് ഓഫ്-റോഡിങ് ജീപ്പിലും ജീവിതത്തിലും ഓഫ്-റോഡ് ചെയ്യാനായിട്ട് മേഘയുണ്ട്. ആ റൈഡ് വോണ്ട് ബി സ്മൂത്ത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്പീഡ്. വെൻ യു ഓഫ്-റോഡ് പതുക്കെ നല്ല പേഷ്യൻസോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ആ റൈഡ് എൻജോയ് ചെയ്യുക, ആ റൈഡ് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഗുഡ് ലക്ക് വിത്ത് യു ദാറ്റ്. ആൻഡ് വൺ മോർ തിങ്, വേണ്ട ഒത്തിരി പറഞ്ഞ് അവനെ ബോറടിപ്പിക്കണ്ട, പിന്നെ ഇറങ്ങി വന്നിട്ട് എനിക്ക് തന്നെ കിട്ടും. എൻജോയ് യുവർ ലൈഫ്. ആൻഡ് കല്യാണം എന്ന് പറയുന്നത് ആസ് യു നോ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളൊരു ജേണി മാത്രമല്ല, അത് 2 ഫാമിലിയുടെയും കൂടെ ജേണിയാണ്. ഈ 2 ഫാമിലിയുടെയും ജേണി നാളെ കല്യാണം തുടങ്ങുമ്പോൾ തൊട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ജേണിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇവരുടെ 2 പേരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. അതിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പിതൃസ്ഥാനീയർ ദേവാലയത്തിൽ വിശുദ്ധ ത്രോണോസിന്റെ മുൻപാകെ വലതുകരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വിവാഹ ഉറപ്പീരിന്റെ ഉടമ്പടി നടത്തുന്നു. അതിനുശേഷം വിപുലമായ സദ്യയും സൽക്കാരവും നടത്തി വന്നിരുന്നു. ഇപ്പോൾ ക്രാനക്കാരുടെ ബിരുദ സൽക്കാരങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് വധുവിൻ്റെയും വരൻ്റെയും അമ്മച്ചന്മാർ പരസ്പരം കോഴിത്തുട കൈമാറുന്ന ചടങ്ങാണ്. വധുവിൻ്റെയും വരൻ്റെയും അമ്മാച്ചന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചെറുക്കൻ്റെ അമ്മാച്ചനെ കോഴിത്തുട കൊടുക്കട്ടെ. അമ്മാച്ചനെ കോഴിത്തുട കൊടുക്കട്ടെ. നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ കെവിൻ്റെ അമ്മാച്ചനെന്നും കോഴിത്തുട കൊടുക്കട്ടെ. പെണ്ണിൻ്റെ അമ്മച്ചിൽ നിന്നും കോഴിത്തോട വാങ്ങട്ടെ. പെണ്ണിൻ്റെ അമ്മച്ചിൽ നിന്നും കോഴിത്തോട വാങ്ങട്ടെ. മേഘയുടെ അമ്മാച്ചിൻ്റെ കയ്യിൽ നിന്നും കോഴിത്തോട വാങ്ങട്ടെ. Nada, nada, nada.
എന്നുള്ളതായിട്ട് ഒരു തെളിവാണ് നിങ്ങളുടെ ഒരു ട്രോഫി ഒന്ന് കൊടുക്കുന്നത്, ഒരു ട്രോഫി കൈമാറുന്നത്. അതായത് അമ്മാച്ചൻ പോകുമ്പോഴത്തേക്ക് അനുസരിച്ച് പോകണം, കാരണം അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ് അല്ലേ. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ട്രോഫി ഒന്ന് കൈമാറുകയാണ്. പഴിപ്പോലെ കൊടുക്കട്ടെ. കിട്ടില്ല. പഴിപ്പോലെ കൊടുക്കട്ടെ. കിട്ടില്ല. നമ്മുടെ സൂപ്പർ സ്റ്റാറായ കെവിന്റെ അമ്മാച്ചന് പഴിപ്പോലെ കൊടുക്കട്ടെ. കേട്ടു. മാളോരെ മാളോരെ ചോദിച്ചോട്ടെ, പഴിപ്പോല മേടിച്ചോട്ടെ മേടിച്ചോട്ടെ. കേട്ടില്ല. മാളോരെ മാളോരെ ചോദിച്ചോട്ടെ, പഴിപ്പോല മേടിച്ചോട്ടെ മേടിച്ചോട്ടെ. കിട്ടില്ല. ആഹാ, മാളോരെ മാളോരെ ചോദിച്ചോട്ടെ, പഴിപ്പോല മേടിച്ചോട്ടെ മേടിച്ചോട്ടെ. കേട്ടു. ഇതിന്റെ പുറകെ ആരും വരരുത്. விரல் கோத்து பக்கம் வந்த இதழ் மட்டும் என்னும் தூரத்திலே பகல் நேரம் கணாக்கள் கண்டு உறங்காமலே உயிர் என்னும் நாயை கண்டு நெருங்காமலே உனை என்று எனக்கு எதிர்காலமே முன்தினம் பார்த்தேனே, பார்த்ததும் தோற்றேனே, செல்லடை கண்ணாக நெஞ்சமும் புண்ணானதே. இத்தனை நாளாக உன்னை நான் பாராமல் எங்குதான் போனேனோ, நாட்களும் நீனானதே. வானத்தில் நீ வெண்ணிலா, ஏக்கத்தில் நான் தெய்வனா, இப்போது என்னோடு வந்தாலன, ஊர் பார்க்க ஒன்றாக சென்றாலன. പെണ്ണിനെ മണവാട്ടിയാക്കി മാറ്റുന്ന ചടങ്ങാണ് മൈലാഞ്ചിയുടെ ചടങ്ങ്. വേദിയിൽ പായ വിരിക്കുന്നതിനായി അൽക്ക ആൻഡ് സെൽഗ ഇവർ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലേക്ക് ദൈവം നിയമിച്ചാക്കിയതിന്റെ പ്രതിരൂപമായാണ് വേദിയിൽ നിലവിള വരയ്ക്കുന്നത്. പീഠത്തിന് മുകളിൽ പരിശുദ്ധിയുടെ പ്രതീകമായി വെള്ളവസ്ത്രം വിരിക്കുന്നതിനായി മോളമ്മ ആൻഡ് സെൽഗ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൈലാഞ്ചി അണിയിക്കുന്ന പെണ്ണിനെ തോഴിമാരുടെ അകമ്പടിയോടുകൂടി സഹോദരന്മാർ പൂപ്പന്തലിനുള്ളിൽ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു.
കേട്ടില്ല. കേട്ടു. മന്നന്മയാലുന്നു തുടങ്ങുന്നു നന്നായി വരണമേ കാതീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലാകുമേ കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മളുടെ മേഘയെ മൈലാഞ്ചി അണിയിച്ച് സുന്ദരിയാക്കി മണവാട്ടിയാക്കി മാറ്റാൻ പോവുകയാണ്. നമ്മളുടെ മേഘ ഓൾറെഡി സുന്ദരിയാണ് അല്ല കെവിൻ? കെവിൻ മേഘ ഓൾറെഡി സുന്ദരിയല്ലേ? ഓക്കെ, എങ്കിലും ക്രാനായക്കാരുടെ വിശ്വാസപ്രകാരം മൈലാഞ്ചി അണിയിച്ച പെണ്ണിന്റെ കൈകൾ കഴുകി ശുദ്ധമാക്കി അതിനുശേഷമാണ് പെണ്ണിനെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്നത്. പെണ്ണിനെ മണവാട്ടിയാക്കി മാറ്റുന്ന ചടങ്ങാണ് മൈലാഞ്ചിയിലെ ചടങ്ങ്. അപ്പോൾ ഈ ഒരു ചടങ്ങിന് ശേഷം നമ്മളുടെ മേഘ മണവാട്ടിയായി മാറുകയാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ? മേഘ മണവാട്ടിയായി സന്തോഷമുണ്ടോ? ഓക്കെ, സന്തോഷമുള്ളവർക്ക് നല്ലൊരു കൈഡി തന്നേ. താങ്ക് യു. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി ഏറെ ആഘോഷത്തോടു കൂടി പങ്കുചേരുന്ന ഒരു ചടങ്ങാണ്. നമ്മളുടെ മേഘയെ മൈലാഞ്ചി അണിയിക്കുന്ന അവകാശിയായ മിനി ചേച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പെണ്ണിനെ മൈലാഞ്ചി അണിയിക്കട്ടെ. മേഘായെ മൈലാഞ്ചി അണിയിക്കട്ടെ. രാജകുമാരിയുടെ പദവിയാണ്. രാജകുമാരിക്ക് കൂട്ടായി രാജകുമാരിയുടെ ഇടതുവശത്ത് ഒരു തോഴിയെ ഇരുത്തേണ്ടതാണ്. ഇച്ചപ്പാട് വേദിയിൽ സജ്ജീകരിക്കുന്നതിനുള്ള പീഠം വേദിയിൽ സജ്ജീകരിക്കുന്നതാണ്. കിട്ടില്ല. കിട്ടും. മണവാട്ടിയുടെ ഇച്ഛ പോലെ മധുരിതമായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് ഇച്ചപ്പാട് നുറുകുറുപ്പുകളുടെ അനുഷ്ഠിക്കുന്നത്. എന്റെ സൂപ്പർ സ്റ്റാർ മേഘയാണ്. ഞാൻ എന്തുമാത്രം എടുത്ത് ആ ബുള്ളറ്റിലൊക്കെ കൊണ്ട് നടന്ന് എന്റെ അന്തരത്തിൽ ഞങ്ങളെ കൊണ്ട് നടക്കണം. ഞങ്ങളെ വിസയൊക്കെ എടുത്ത് അമേരിക്കയിൽ കൊണ്ടുപോകേണ്ടി വരും. കാരണം നമുക്കിങ്ങനെ പോകാനൊരു ചാൻസ് ഒന്നും ഇല്ല. നാട്ടിൽ കിടന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയില്ല. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. ഓ വെരി നൈസ്. ും
തിരുവനന്തപുരം കുറ്റൂരും വെള്ളുതുരുത്തി പുനലൂര് മാമ്പഴക്കീരി മഴക്കീര് മാമമംഗലം മാന്നാറും തോട്ടപ്പുഴയും വള്ളംകുളവും തോട്ടപ്പുഴയും വള്ളംകുളവും. ഞങ്ങൾ കുറെ നേരം തപ്പി നടക്കുന്നത് കണ്ടില്ല. അങ്ങോട്ടുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേജിലോട്ട് വന്നിരുന്നാൽ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. രണ്ട് കുടുംബങ്ങൾ ചേരുമ്പോൾ കൂടുമ്പോൾ ഒരു ഇമ്പം, ആ ഒരു ഇമ്പത്തിൽ നമ്മൾ നടക്കുന്നു. സൂപ്പറായിട്ട് വയ്ക്കുന്ന എന്റെ കൂടെ കൂടുക. എന്റെ നാടാ 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 നാടായേ നാടാ 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 നാടായേ നാടാ നാടായേ നാടാ നാടായേ നാടാ 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 നാടായേ ഓ തോ തേരെ ചാവക്കാ കൽക്കേടി മാല നാടു നോക്കി പുറപ്പെട്ടാരേ നാടാ നാടായേ നാടാ നാടായേ നാടാ 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 നാടായേ നാടാ നാടായേ നാടാ നാടായേ നാടാ 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 നാടായേ നാണയക്ക നമ്മൾ സൂര്യനിക്ക നാണയക്ക നാടാ ഞങ്ങളെ സംബന്ധിച്ചോളം രണ്ട് കുടുംബങ്ങളും മഞ്ഞവരത്തിൽ പള്ളിയിലെ കുറിച്ചുള്ളികളിലെ ഇടവാങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ അവസരം കമ്മിറ്റാനെ ഓർക്കുന്നു. കമ്മിറ്റാനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും കമ്മിറ്റാന് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കമ്മിറ്റാനെ കുടുംബത്തെ ഓർക്കുന്നു. ആറത്തിലെ ജെയിംസാന്റെ കുടുംബത്തെ ഓർക്കുന്നു. രണ്ടുപേർക്കും എവിനും മേഘായിക്കും മഞ്ഞപ്പള്ളി കുറിച്ചുള്ളിലെ എല്ലാവരുടെയും ആശംസകൾ ഈ പറഞ്ഞ പോലെ മോളെ സാറേ കണ്ടില്ല ഫോട്ടോയ്ക്ക് പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ പോയുള്ള ഇടവയ്ക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനം. കെവിനെ സംബന്ധിച്ച് കെവിന മന്നരപ്പള്ളിയിലെ കുരിശോളിലെ ശുശ്രൂഷകനായിരുന്നു. മൺവായി കരുതുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ അവസരത്തിൽ രണ്ടുപേർക്കും മന്നരപ്പള്ളികളിലെ ഇടവാങ്ങുകളിൽ ഞാൻ കുറച്ച് പേരേ ഉള്ളൂ. രണ്ടുപേരിലുണ്ടാവും. ഈ അവസരത്തിൽ രണ്ടുപേർക്കും കുരിശോളിനോട് എല്ലാവിധ ആശംസകളും ഞാനല്ല ഞങ്ങൾ കുരിശോളിക്കാർ തന്നെയാണ്. രണ്ടുപേരും കുരിശോളിലുള്ളവർ തന്നെയാണ്.
താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടില്ല ഈ വട്ടത്തിൽ പ്രത്യേകിച്ച് സഹിച്ചു ഓർത്തും